ഈ കാണുന്നതാണ് മോട്ടോ എഡ്ജ് 50 Pro. ഈ ഒരു ഫോണിന് വേണ്ടി നമ്മൾ കുറച്ച് നാളായിട്ട് കാത്തിരിക്കുകയായിരുന്നു. കാരണം ഈ ഒരു സെഗ്മെന്റിൽ ഒട്ടനവധി സെഗ്മെന്റ് ഫസ്റ്റ് ഫീച്ചേഴ്സുമായിട്ടാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. ഒപ്പം തന്നെ മറ്റൊരു ഫോണിലും കാണാത്ത അത്രയും മികച്ച കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് ഈ ഫോണിന്റെ കാര്യങ്ങൾ എന്നുള്ളത് ഒരു ക്വിക്ക് അൺബോക്സിംഗിന് ശേഷം നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഇതിന്റെ ബോക്സ് കംപ്ലീറ്റ് ഇക്കോ ഫ്രണ്ട്ലി ബോക്സ് ആണ് കേട്ടോ. എന്തായാലും ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഫോണാണ് ആദ്യം തന്നെ കൈ കിട്ടുന്നത്. വീഗൻ ലെതർ ഫിനിഷും മെറ്റൽ ഫ്രെയിം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് ബോക്സിൽ 125 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് C to C കേബിൾ, പിന്നെ മറ്റൊരു ബോക്സിലായിട്ട് കുറച്ച് ഡോക്യുമെന്റേഷൻ, സിം ടൂള്, ഒരു കേസ് ആണെങ്കിൽ ക്ലൈമറ്റ് ഫ്രണ്ട്ലി കളർഫുൾ കേസ് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. പിന്നെ ഈ മോട്ടോയുടെ ബോക്സിനകത്ത് ഒരു ഫ്രാഗ്രൻ്റ് ഒക്കെ ഉണ്ട്, ഒരു ചെറിയ മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ മണം ശ്രദ്ധിക്കാൻ മറക്കണ്ട. മോട്ടോ ഫ്രാഗ്രൻസ് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും അതൊക്കെ മാറ്റി വെച്ച് ഫോണിലേക്ക് വരാം. ഇതാണ് ഫോണിന്റെ ലുക്ക്. ഡിസൈനെ കുറിച്ചും ബാക്കി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പിന്നെ പറയാം. കാരണം ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നല്ലൊരു ക്യാമറ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ആദ്യം അതിന്റെ കാര്യം ഒന്ന് നോക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ പുറകെ നോക്കാം, ഡിസൈൻ അടക്കം. പിന്നെ ഇതിന്റെ ക്യാമറ സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 50 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ, 13 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ പ്ലസ് മാക്രോ ക്യാമറ, പിന്നെ 10 മെഗാപിക്സലിന്റെ 3x ടെലിഫോട്ടോ ക്യാമറയും വരുന്നുണ്ട്. ഫോട്ടോസിനെ ബെറ്റർ ആക്കാൻ വേണ്ടി AI ഫോട്ടോ എൻഹാൻസ്മെന്റ് എഞ്ചിനൊക്കെ ഇതിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ബ്രൈറ്റ് ഡാർക്ക് ഏരിയകൾ തമ്മിലുള്ള ഡിഫറൻസ് കൂട്ടുക, അതേപോലെ ഡൈനാമിക് റേഞ്ച് കൂട്ടുക, അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഒക്കെ വരുന്ന സമയത്ത് അതൊക്കെ കുറെ കൂടി നല്ല രീതിയിൽ AI ലെവലിൽ ഇംപ്രൂവ് ചെയ്യുക, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ബെറ്റർ ഫോട്ടോസ്, പോർട്രേറ്റ് ഫോട്ടോസ് ആയാലും നോർമൽ ഫോട്ടോസ് ആയാലും നോയ്സ് ഒക്കെ കുറച്ചുകൊണ്ട്, ലോ ലൈറ്റ് ഒക്കെ നോയ്സ് കുറച്ചുകൊണ്ട് നല്ല ഫോട്ടോസ് തരുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഈ കാണുന്നതാണ് സാമ്പിൾസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ AI അഡാപ്റ്റീവ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. നമ്മൾ നോർമലി ഒരു വീഡിയോ എടുക്കുമ്പോൾ എല്ലാപ്പോഴും ഒരേ സ്റ്റെബിലൈസേഷൻ ആയിരിക്കില്ല. ആവശ്യാനുസരണം സ്റ്റെബിലൈസേഷൻ കൂട്ടിയും കുറച്ചും നല്ല വീഡിയോ തരാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. എങ്ങനെയുണ്ട് സംഗതി? സ്റ്റെബിലൈസേഷൻ ഒക്കെ ഡീസൻ്റ് ആണോ? എനിക്ക് ഡീസൻ്റ് ആയിട്ടാണ് തോന്നിയത്. സെൽഫി ക്യാമറയിലും 4K വീഡിയോ എടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു സാമ്പിളാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കിട്ടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ പറയാം. പിന്നെ ഇതിൻ്റെ ക്യാമറയിൽ 1-2 സ്പെഷ്യൽ കാര്യങ്ങളുണ്ട്. ഒന്ന് ടിൽറ്റ് ഷിഫ്റ്റ്, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ? ഈ ഒരു ഭാഗത്ത് നമ്മൾ ടിൽറ്റ് ഷിഫ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഈ ഒരു ഫോക്കസ് ഏരിയ എവിടെ വേണമെന്ന് നമുക്ക് അങ്ങനെ തിരിച്ചുകൊണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാമല്ലോ. പിന്നെ മറ്റൊരു ഫീച്ചറാണ് ഇന്റലിജന്റ് ഓട്ടോ ഫോക്കസ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിനെ ഷൂട്ട് ചെയ്യുകയാണ്, ആ ഒബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയാണെങ്കിലും ഇതിന്റെ ഫോക്കസ് ലോക്ക് ആയി കഴിഞ്ഞാൽ അത് ലോക്ക് അനുസരിച്ചുകൊണ്ട് ആ ഒരു ഒബ്ജക്റ്റിനെ തന്നെ ഫോക്കസ് ചെയ്ത് നിർത്തുന്ന ഫീച്ചറൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയാം. സോ അപ്പോൾ ക്യാമറയെ കുറിച്ച് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. ഡിസ്പ്ലേ, ഇതിന് ഇവർ പറയുന്നത് വേൾഡ് ഫസ്റ്റ് ആൻഡ് ഓൺലി ട്രൂ കളർ ഡിസ്പ്ലേ എന്നാണ്. വാലിഡേറ്റഡ് ബൈ പാൻറ്റോൺ വാലിഡേറ്റഡ് ആയിട്ടുള്ള ട്രൂ കളറുകളാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുക എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയൊക്കെ. 6.7 ഇഞ്ച് വരുന്ന 144 ഹെർട്സിന്റെ 1.5K POLED 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ്. 10 ബിറ്റ് കളർ ഡിസ്പ്ലേ ആണ്. 2000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളും വരുന്നുണ്ട്. HDR 10+ പോലുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂട്യൂബിലൊക്കെ HDR എല്ലായിടത്തും കാണാം. നെറ്റ്ഫ്ലിക്സിൽ HDR കണ്ടില്ല, ഭാവിയിൽ വരുമോ എന്ന് അറിയില്ല. ഫുൾ HDയും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീഡിയോ ക്വാളിറ്റി നിങ്ങൾ ഈ കാണുന്ന തരത്തിലാണ്. വിഷ്വൽ ക്വാളിറ്റിക്കൊന്നും ഇഷ്യൂസ് ഇല്ല. SGS ഐ പ്രൊട്ടക്ഷൻ മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ സേഫ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. നിങ്ങൾക്ക് അതിന്റെ പെർഫോമൻസ് ഇവിടെ കാണാം, കണ്ടോ? വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ എഡ്ജ് ആംബിയൻ ലൈറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഇതിന്റെ സെറ്റിംഗ്സിൽ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അലാറം അടിക്കുക അല്ലെങ്കിൽ കോൾ വരുമ്പോഴൊക്കെ നമ്മൾ ഇത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ എഡ്ജ് ലൈറ്റിംഗ് എന്ന സംഭവം നിങ്ങളിവിടെ കാണുന്ന രീതിയിൽ തെളിഞ്ഞു നിൽക്കും. ഫോൺ കമിഴ്ത്തി വെച്ചിരിക്കുകയാണെങ്കിലും ആ ഒരു ലൈറ്റ് കണ്ടുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് സാരം. സോ മൊത്തത്തിൽ മൾട്ടിമീഡിയ ഏരിയ അടിപൊളിയാണ്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട്. കണ്ടോ? അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളും വരുന്നുണ്ട്. സോ മൊത്തത്തിൽ മൾട്ടിമീഡിയ ഡിസ്പ്ലേ ഏരിയ അടിപൊളിയാണ്. ഇതിന്റെ ഒരു ഓവർവ്യൂ നോക്കിയാൽ താഴെ ഡുവൽ നാനോ സിം, അതേപോലെ മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, പിന്നെ ഒരു മൈക്ക് കാണാം. മുകളിൽ വേറൊരു മൈക്ക് കാണാം. ഡോൾബി അറ്റ്മോസ് ബ്രാൻഡിംഗ് കാണാം. ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ. എന്തായാലും IP68 റേറ്റിംഗ് വരുന്നുണ്ട്. സോ വെള്ളത്തിന്റെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. 8.19 mm ആണ് തിക്നെസ് വരുന്നത്. 186 ഗ്രാമാണ് വെയിറ്റ്. സോ ലൈറ്റ് വെയിറ്റ് ആൻഡ് കംഫർട്ടാണ്. പിന്നെ ഈ ഫോൺ 3 കളറിലാണ് വരുന്നത്. എന്റെ കയ്യിൽ ലക്സ് ലാവൻഡർ എന്ന കളറാണ്. പിന്നെ ബ്ലാക്ക് ബ്യൂട്ടി എന്ന വേറൊരു കളർ കൂടിയുണ്ട്. പിന്നെ ഇത് കൂടാതെ വേൾഡ് ഫസ്റ്റ് ഹാൻഡ് മെയ്ഡ് ഡിസൈൻ, അതായത് ഈ കാണുന്ന ഡിസൈൻ ആണത്. അത് പേൾ ഫിനിഷ്, മൂൺലൈറ്റ് പേൾ ഫിനിഷ് എന്നാണ് അവർ പറയുന്നത്. സംഗതി എന്തായാലും നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോക്കിയിട്ട് ചൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഇടുന്ന ഡ്രസ്സിനൊക്കെ അനുസരിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോയ്ക്ക് അനുസരിച്ചൊക്കെ നമുക്ക് ഇതിന്റെ വാൾപേപ്പർ കസ്റ്റമൈസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട്. സെറ്റിംഗ്സിൽ കയറിയിട്ട് വാൾപേപ്പർ കസ്റ്റമൈസേഷൻ, AI ജനറേറ്റീവ് തീം എന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. അതിൽ നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്താൽ, ഇപ്പോൾ നമ്മൾ ഇടുന്ന ഷർട്ട് അടക്കമുള്ള ഒരു സെൽഫി എടുത്ത് കൊടുത്താൽ അതിനനുസരിച്ച് ഒരു വാൾപേപ്പർ, ആ ഒരു കളറുമായിട്ട് മാച്ച് ആവുന്ന വാൾപേപ്പർ AI ക്രിയേറ്റ് ചെയ്ത് തരും. എന്തായാലും യൂസ്ഫുൾ ആണ് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച്. ഇനി ഇതിന്റെ മറ്റ് പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ
125 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ 4500 mAh ബാറ്ററിയാണ് വരുന്നത്. 125 വാട്ട് ചാർജർ വെച്ച് ചാർജ് ചെയ്യുമ്പോൾ 18 മിനിറ്റ് കൊണ്ട് 0 to 100% ഫുൾ ആയിട്ട് ചാർജ് ആവും. സെറ്റ് സംഭവം. അതിന്റെ ഒപ്പം തന്നെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ്. അതിന്റെ ഒപ്പം തന്നെ റിവേഴ്സ് വയർലെസ് ചാർജിംഗ് വരുന്നുണ്ട്. ഇതുപോലെ എന്തെങ്കിലും അതിന്റെ പുറത്തൊക്കെ വെച്ചിട്ട് ചാർജ് ചെയ്തെടുക്കണമെങ്കിൽ അതും ചെയ്യാം. പിന്നെ ബാറ്ററിയുടെ ചാർജിംഗിൽ ഒരു വ്യത്യാസമുണ്ട്. 125 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ കിട്ടണമെങ്കിൽ നിങ്ങൾ 12 GB RAM 256 GB എടുക്കണം. നിങ്ങൾ 8 GB ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ നല്ലൊരു ബാറ്ററി ആൻഡ് ചാർജിംഗ് സെറ്റപ്പ് ഈ ഫോണിലുണ്ട്. ഈ ഒരു സെഗ്മെന്റിലെ തന്നെ ഫസ്റ്റ് സെറ്റപ്പ് ആണ്. ഇന്ന് അതിന്റെ പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 പ്രോസറാണ് വരുന്നത്. സോ ഈ ഒരു സെഗ്മെന്റിൽ ഇനി കുറച്ച് നാൾ പല ഫോണുകളും നമ്മളത് കാണും. അത്യാവശ്യം നല്ലൊരു പ്രോസറാണ്. നോർമൽ യൂസിലൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വളരെ സ്മൂത്ത് ആണ്, ഒരു ഇഷ്യൂസും ഇല്ല. അതേപോലെ BGMI പോലുള്ള കാര്യങ്ങൾ ഞാൻ കളിക്കാൻ നോക്കി. സ്മൂത്ത് എക്സ്ട്രീമിൽ ഈ കാണുന്ന തരത്തിൽ കളിക്കാം. പിന്നെ ഇത് 2 വേരിയന്റ് ആണ് വരുന്നത്. 8 GB RAM 256 GB സ്റ്റോറേജും 12 GB RAM 256 GB സ്റ്റോറേജും. 12 GB RAM 256 GB സ്റ്റോറേജിന്റെ റാം സ്റ്റോറേജും കുറച്ചും കൂടി നല്ലതാണ്. എന്നാൽ 8 GB RAM അതിൽ വ്യത്യാസം ഉണ്ടെന്നാണ് അറിയുന്നത്. കൃത്യമായിട്ട് ഏതാണെന്ന് അറിഞ്ഞിട്ടില്ല. ഞാൻ അറിയുന്ന വഴിക്ക് ഞാൻ താഴെ ആഡ് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്തോളൂ. പിന്നെ സ്നാപ്ഡ്രാഗൺ 7 Gen 3 ഒപ്പം AI ജനറേറ്റീവ് ആ ഒരു AI സംവിധാനം കൂടി ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വീഡിയോ കാണുമ്പോഴായാലും ഗെയിം കളിക്കുമ്പോഴായാലും കുറച്ചും കൂടി ബെറ്റർ ആയ സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും. പിന്നെ ഇതിനകത്ത് വരുന്നത് Hello UI എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ആണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം യുടെ ഓരോ ഭാഗങ്ങളും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുക. കൺട്രോൾ സെന്ററൊക്കെ ഇത്തിരി ട്രാൻസ്പെറന്റ് രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു തവണ. അതാണ് Hello UI. പിന്നെ ഇതിനകത്ത് മോട്ടോയുടേതായ ഒട്ടനവധി കാര്യങ്ങൾ, അതായത് മോട്ടോ കണക്ട് ഈസി ആയിട്ട് നമുക്ക് PC ആയിട്ട് കണക്ട് ചെയ്യാം. റെഡി ഫോർ PC സംവിധാനം വരുന്നുണ്ട്. നോർമൽ ആയിട്ടുള്ള ആ മോട്ടോ ജസ്റ്റ് നമ്മളിങ്ങനെ ക്ലിക്കുമ്പോൾ ഫ്ലാഷ് ഓൺ ആവുന്നത്, പിന്നെ ഇങ്ങനെയാണ് തിരിച്ചു കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആവുന്നത്. ഫാമിലി സ്പേസ് എന്ന് പറയുന്ന സംവിധാനം വരുന്നുണ്ട്. അതിലൂടെ വേറൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് മോട്ടോ സെക്യൂർ തിങ്ക് ഷീൽഡ് അതിന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. പിന്നെ 5G പോലുള്ള കാര്യങ്ങളൊന്നും ഇഷ്യൂസ് ഇല്ല. കോൾ നെറ്റ്വർക്ക് കാര്യങ്ങൾ പ്രശ്നങ്ങളില്ല. NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. സോ മൊത്തത്തിൽ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ബാറ്ററി സെറ്റപ്പ് എല്ലാ ഘടകങ്ങളും പരിശോധിക്കുമ്പോൾ മോട്ടോ എഡ്ജ് 50 Pro ഒരു അടിപൊളി ഫോണാണ്. ഇനി ഇതിന്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 8 GB RAM 256 GB സ്റ്റോറേജിന് 31,999 ലോഞ്ച് പ്രൈസ് വരുന്നത്. അതേപോലെ 12 GB RAM 256 GB സ്റ്റോറേജ് ആണെങ്കിൽ 35,999. പിന്നെ ഇതിന് ഓഫറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 2000 രൂപ ബാങ്ക് ഓഫർ ഉണ്ട്. അതായത് ബാങ്ക് ഇൻസ്റ്റാന്റ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അതുകൂടാതെ എക്സ്ചേഞ്ച് ഓഫർ 2000 രൂപ വരുന്നുണ്ട്. ഇതെല്ലാം കൂട്ടി ചേർത്ത് നോക്കിയാൽ 8 GB RAM 256 GB സ്റ്റോറേജ് 29,999 കിട്ടും. അതേപോലെ തന്നെ കൂടിയ വേരിയന്റ് ആയ 12 GB RAM 33,999 കിട്ടും. പിന്നെ ഇതിനും പുറമെ ഒരു 2000 രൂപയുടെ അഡീഷണൽ ഓഫർ കൂടിയുണ്ട്. അത് പക്ഷേ ആദ്യത്തെ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. അതിനുശേഷമുള്ള പ്രൈസ് നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാം. സോ അങ്ങനെയാണ് ഇതിന്റെ പ്രൈസ്. ഞാനത് ഓൾറെഡി 30-35 രൂപയ്ക്ക് ഇടയ്ക്ക് തന്നെയാണ് ഇതിന്റെ പ്രൈസ് പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു അത്ഭുതമൊന്നുമില്ല. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു ഡീസന്റ് ഫോണാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ഈ വയർലെസ് ചാർജിങ്ങും ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ ഈ ഒരു വിലയ്ക്ക് ഇത് അടിപൊളിയാണെന്ന് തോന്നുമെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ചെക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.